ടോൾ ബൂത്തിലേക്ക് കടക്കുമ്പോൾ അധികം ആൾക്കാർക്കുള്ള മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കടന്നിട്ട് ഇതിനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ടോളിൽ അത് മാത്രമല്ല, ആ റെസീറ്റ് നിങ്ങളെ കൈമിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അവസാനത്തേക്ക് നമുക്ക് ഒരു നമ്പർ വരും. അപ്പൊ റെസീറ്റ് ഇല്ലാതെ പോകുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്ക് മൊബൈലിലേക്ക് മെസ്സേജ് ആണ് വരിക, നിങ്ങളെ പൈസ എത്ര പോയിന്ന്. അതിന്റെ താഴത്തും കാണിക്കും നമുക്ക് ഒരു ടോൾ ഫ്രീ ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ പോകുന്ന സമയത്ത് നമ്മളെ വാഹനത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് നമ്മളെ ടോൾ പ്ലാസന്റെ അടുത്താണ്. അതായത് ടോൾ പ്ലാസയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, അത് നമുക്ക് എന്താണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ഫെസിലിറ്റി, നമ്മൾ ടോൾ പ്ലാസയിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ചില ആൾക്കാർക്ക് മാത്രമേ പോകുമ്പോൾ മാത്രമേ അറിയാം അവിടെ എമൗണ്ട് ഇത്രയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷെ ടോൾ പ്ലാസയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ വഞ്ചിതരാവാൻ ഉള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അപ്പം ആദ്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കോഴിക്കോട് ജില്ലയിലാണ് ഞാനുള്ളത്. ഹൈലൈറ്റ് മാളിന്റെ തൊട്ടടുത്ത് ഒളവണ്ണ ടോൾ പ്ലാസ എന്നാണ് പറയാ. ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോൾ പ്ലാസന്റെ ഓഫീസാണ് മുകളിലുള്ളത്. ഇത് എന്തിനാ ഞാൻ ഇപ്പൊ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴിക്കോട് ഈ ടോൾ പ്ലാസന്റെ തൊട്ടടുത്തുള്ള 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർക്ക് നമ്മൾ 340 രൂപയാണ് ഇവിടുത്തെ NH പറയുന്നത്. അതായത് ലോക്കൽ പാസ്, അതായത് ലോക്കൽ പരിസരത്ത് തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ 130 കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനെ കൊണ്ട് 340 രൂപയാണ് വരുന്നത്. ഒരു മാസത്തിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോൾ പ്ലാസ കടന്നിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അത് എവിടുന്ന എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓഫീസിന്റെ ഈ ടോൾ പ്ലാസിന്റെ മുകളിൽ കണ്ടില്ല, അതാണ് ഓഫീസ്. 24 മണിക്കൂറും പ്രവർത്തിക്കും. അപ്പൊ നമ്മളെ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മളെ വാഹനത്തിന്റെ RC ബുക്ക് ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അതിന്റെ ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരേ നിർബന്ധമുള്ളൂ, 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരായിരിക്കണം. അതിന്റെ രേഖ നമ്മൾ ആധാർ കാർഡ് അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ RC ബുക്ക് ആയിട്ട് പോവാന്നുണ്ടെങ്കിൽ വെറും 340 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ പാസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ടോൾ പ്ലാസയിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈവേയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടോൾ പ്ലാസിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഫെസിലിറ്റിയിൽ നമ്മൾ കണക്കാക്കേണ്ടത് ട്രാഫിക് പോലീസിന്റെ ഹെഡ് പോസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. എന്തെങ്കിലും നമുക്ക് പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാവുന്ന ഈ ഫെസിലിറ്റിയും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ അടുത്തത് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസന്റെ അടുത്തുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ട്രാഫിക് ഹെഡ് പോസ്റ്റിനെ പറ്റി പറഞ്ഞു. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് മെഡിക്കൽ ഹെഡ് പോസ്റ്റ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഓടിയിട്ട് അടുത്ത സർവീസ് റോഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ പോകുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇവിടേക്ക് ഇത്രയും ഫെസിലിറ്റി നമുക്ക് ഉണ്ട്. ടോൾ പ്ലാസിന്റെ അകത്തുള്ളതാണ്. ഇവിടെ ഒരു 2 ബെഡ് ഇവിടെ ഉണ്ട്. പിന്നെ മെഡിക്കൽ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഇവിടെ ഉണ്ടാവും. സാർ ഇവിടെ ഉണ്ട്. അപ്പൊ സാറോട് ഞാൻ സംസാരിച്ചു പറഞ്ഞു ഈ ഫെസിലിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ടോള് കൊടുക്കുന്ന ആ എമൗണ്ടിൽ, അതായത് ആ റെസീറ്റിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1033 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് ഉടനടി എത്തും. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വാഹനത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതും ഹൈവേയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടോൾ പ്ലാസയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മളെ ഒളവണ്ണ കോഴിക്കോട് ടോൾ പ്ലാസയിലുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് ഫെസിലിറ്റി. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. അതുപോലെ തന്നെ നമ്മളെ ഈ ടോൾ പ്ലാസയിലേക്ക് നമ്മൾ വാഹനമായിട്ട് വരുന്ന സമയത്ത് നമ്മളെ വാഹനത്തിൽ ഫാസ്ടാഗ് ബാലൻസ് ഇല്ല അല്ലെങ്കിൽ ഫാസ്ടാഗ് ഉണ്ട്, ആ സമയത്ത് വർക്കിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ചാർജ് ആണ് നിയമപ്രകാരം നമ്മൾ അടിക്കേണ്ടത്. അതായത് വൺ വേ ഒരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 130 രൂപയാണ് ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഡബിൾ ചാർജ് 260 രൂപ നമ്മൾ അടിക്കണം. അത് കുറവ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിൾ പേ ഉണ്ടല്ലോ, അതിലൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 162 രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാവും. 130 രൂപക്ക് നമ്മൾ 260 രൂപ കൊടുക്കുന്നതിന് പകരം വെറും 162 രൂപ കൊടുത്താൽ മതി. അപ്പൊ ഇത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ബൈക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ചാർജ് കൊടുക്കണം 260. എല്ലാ ഗൂഗിൾ പേ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ വെറും 162 രൂപ കൊടുത്തേച്ചാൽ മതി. അപ്പൊ ഈ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് ലേഡീസ് ടോയ്ലറ്റിന്റെ ഭാഗത്താണ്. അതുപോലെ തന്നെ നമുക്ക് സുഖമില്ലാത്ത ആൾക്കാർ, അതായത് അംഗവൈകല്യമുള്ള ആൾക്കാർ നമ്മൾ വീൽ ചെയറിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടില്ലേ, ഇത് വഴി നമുക്ക് പോവാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഫിസിക്കലി
ചേഞ്ചഡ് ടോയ്ലറ്റ് ലേഡീസ്, അതുപോലെ തന്നെ നമ്മളെ മെയിലിന്റെ ഭാഗത്തും അതുപോലെ തന്നെ നമുക്കുണ്ട്. നമുക്ക് സുഖമില്ലാത്ത പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ഉപ്പ അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇത് മിസ് ചെയ്യരുത്. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നമുക്ക് വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവരെ കൊണ്ടുവന്നിട്ട് ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇത് മെയിൽ ടോയ്ലറ്റ് ആണ് വരുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ പുതിയതിനെ കൊണ്ട് അതിന്റെ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അതുപോലെ തന്നെ നമുക്ക് കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ ആരോഗ്യപരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീൽ ചെയറിലൊക്കെ വരാന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇപ്പൊ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചോദിച്ചാൽ അവർ ചാവി തരും, നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ ജെന്റ്സിന്റെ ടോയ്ലറ്റ് ആണ്. ഇവിടെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇത്ര വരുന്നത്. രണ്ടും നമുക്ക് നിന്നിട്ട് ചെയ്യുന്നത് അതിനുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 കണ്ണാടി ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ടോയ്ലറ്റിന് പോകുന്ന സൗകര്യം എന്നുണ്ടെങ്കിൽ അതും ഇവിടെ എടുക്കുന്നുണ്ട്. 3 റൂം തന്നെ ഇവിടെ ഉണ്ട്, അതിന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കണ്ടില്ല ഞങ്ങൾ, നമുക്കൊന്ന് ഫ്രഷപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അതാണ് ഇപ്പൊ നോക്കിയത്. 2 എണ്ണത്തിൽ 2 ടോയ്ലറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം. 2 ഡോർ ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ അകത്ത് ആളുണ്ടാവും. ഇത് പിന്നെ നമുക്ക് നിന്നിട്ട് എന്തെങ്കിലും മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള 3 ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോ പുതിയ അതിനെ കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ പഴയതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോ ആൾക്കാരും ഉപയോഗിക്കുന്നതിന് അനുസരിച്ചിട്ട് ഇരിക്കും. നമ്മൾ എത്രത്തോളം ഓരോ ആൾക്കാർ വന്നിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇരിക്കും. പിന്നെ അടുത്തത് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമുക്ക് ഫാസ്ടാഗ് നമുക്ക് നൽകുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതായത് നമ്മൾ വെറും കടന്നു പോകാനുള്ള സൗകര്യത്തിന് മാത്രമല്ല നമ്മൾ 130 രൂപ അല്ലെങ്കിൽ നമ്മൾ ഫാസ്ടാഗ് കൊടുക്കുന്നത്. അതായത് 1033 നമുക്ക് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളെ വാഹനത്തിന് നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് അല്ലെങ്കിൽ നമുക്ക് അസുഖം എന്തെങ്കിലും വന്ന് പെട്ടെന്ന് നമ്മളെ വാഹനത്തിന്റെ അകത്തുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 1033 വിളിച്ചു കഴിഞ്ഞാൽ ഉടനടി നമ്മളുടെ NHന്റെ ആംബുലൻസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അപ്പൊ എത്തുമ്പോൾ ഏത് ഏരിയയിലാണോ എന്താന്നുള്ളത് നമുക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ സൈനേജ് നമ്പർ ഉണ്ടാവും. അതായത് 1033 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയൊരു ബ്രാക്കറ്റിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, അതേമാതിരി ഉണ്ടാവും. അത് നമ്പർ പറഞ്ഞു കൊടുക്കുക എവിടാന്നുള്ളത്. ഉടൻ തന്നെ 1033 ആംബുലൻസ് ഉടനടി എത്തുന്നതാണ്. ഈ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഹൈവേയിലൂടെ നമ്മൾ പോകുന്നതാണ്. അപ്പൊ എത്ര കിലോമീറ്റർ ആണ് നമുക്ക് ഹൈവേയിലൂടെ പോകേണ്ടത് എന്നുള്ള അതിനനുസരിച്ച് ആ സമയത്ത് നമുക്ക് വെള്ളമോ കാര്യമോ എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഡ്രിങ്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇവിടെ നോർമൽ ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ഉണ്ട്. അത് ഇവിടെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഫ്രീ ആണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാം.